ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ആദ്യം തന്നെ എല്ലാവരോടും ഒരു സോറി നല്ലൊരു സോറി പറയുവാണ്. അതിൻ്റെ കാരണം ഫോട്ടോഷോപ്പിൻ്റെ ടൂൾസ് എല്ലാം പരിചയപ്പെടുത്തി ആദ്യം ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അതിനുശേഷം ഓരോരോ ടൂൾസ് പരിചയപ്പെടുത്തി ബേസിക് ആയിട്ടുള്ള രീതിയിൽ, അതായത് ഒട്ടും ഫോട്ടോഷോപ്പിനെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അത് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, വേറെ കുറേ വീഡിയോയിലോട്ട് ഞാൻ ഷിഫ്റ്റായി പോയി. സോറി. അപ്പം നമുക്ക് വീണ്ടും ഫോട്ടോഷോപ്പിലോട്ട് വരാം. ഫോട്ടോഷോപ്പിൻ്റെ ഓരോ ടൂളുകളും നമുക്ക് പരിചയപ്പെടാം. ഞാൻ ഉപയോഗിക്കുന്നത് 2023 വെർഷൻ ഫോട്ടോഷോപ്പാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ എല്ലാം പരിചയപ്പെടുന്നതിന് മുമ്പ് ഫയൽസിലോട്ട് പോവാം, അല്ലെങ്കിൽ കൺട്രോൾ അടിച്ചു കഴിഞ്ഞാൽ പുതിയൊരു ഡോക്യുമെൻ്റ് ഓപ്പണായി വരും, അല്ലെങ്കിൽ ഫയൽസിൽ പോയിട്ട് ന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഇങ്ങനെ വരും. അതിൽ ഞാൻ ചുമ്മാ ഒരു A4 ചുമ്മാ എടുത്തിടുവാണ്. A4 നിങ്ങൾക്ക് സൈസ് കറക്റ്റ് അറിയില്ലേ, ഒന്നും വേണ്ട. ഇപ്പോഴത്തെ വെർഷനിലൊക്കെ എനിക്കൊന്ന് പഴയതിലുണ്ടോയെന്ന് അറിയില്ല, ഇപ്പോഴത്തേലൊക്കെ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കിട്ടും. അവിടെ നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ A4 എന്നുള്ളൊരു ഓപ്ഷൻ ഓൾറെഡി ഇവിടെ ഉണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ A4 സൈസിനുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇവിടെ സ്കെയില് ബേസിക്കായിട്ട് പറയുന്നതുകൊണ്ടാണ് എല്ലാം പറയുന്നത്, ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. ഓക്കെ, അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ സ്കെയില് പല ആൾക്കാർക്കും ചിലപ്പോൾ സ്കെയിൽ ഇവിടെ കാണുമെന്നില്ല. അതിനെന്ത് ചെയ്യണം? കൺട്രോൾ ഞെക്കി പിടിച്ച് 6 ഞെക്കി കഴിഞ്ഞാൽ കണ്ടോ സ്കെയിൽ ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണ്ടത് ഇഞ്ചസ് ആണ്. അപ്പോൾ നിങ്ങളൊരു സാധനം ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്ര അളവിൽ വേണം നിങ്ങൾക്ക് ലോഗോ വരാൻ, ഇത്ര അളവിൽ വേണം ഫോട്ടോ ഇരിക്കാൻ, അങ്ങനെയൊക്കെ ഓപ്ഷൻസ് വരും. ഈ സ്കെയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു ബ്രൗഷറോ ഒരു എന്താ പറയുക, ഒരു നിങ്ങൾ വിസിറ്റിംഗ് കാർഡ്, ബ്രൗഷർ, നോട്ടീസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സ്കെയിൽ ഭയങ്കര ഉപകാരമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കൺട്രോൾ 6 അടിച്ചു കഴിഞ്ഞാൽ ഈ സാധനം വിസിബിൾ ആയിക്കോളും. എന്നിട്ട് അവിടെ ഇത് മാറ്റാനായിട്ട്, സ്കെയിലിൻ്റെ ഏതളവ് മാറ്റാനായിട്ട്, സ്കെയിലിൻ്റെ അളവ് മാറ്റാൻ അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സ്കെയിലിൻ്റെ അളവുകൾ കാണാം. അതിൽ പിക്സലിൽ കാണാം, നിങ്ങൾക്ക് ഇഞ്ചസ്, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, അങ്ങനെ പോയിൻ്റ് പല രീതിയിൽ വരാം. ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് ഇഞ്ചസൊക്കെയാണ്, സെൻറ്റിമീറ്റർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഓക്കെ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പോൾ അതെല്ലാം എടുത്ത് നമ്മൾ ക്യാൻവാസ് ഇട്ടു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടൂൾ എന്ന് പറയുന്നത് ഈ ബോക്സ് ആണ്. അതായത് ചതുരത്തിനിരിക്കുന്ന ഈ ഒരു റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ. ഓക്കെ, ഞാൻ ഈ പ്രൊനൗൺസ് ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിക്ക് അറിയുന്ന രീതിയിൽ ഞാനങ്ങ് വായിച്ചു പോകും. ഓക്കെ, റെക്റ്റാങ്കുലർ മാർക്ക് ടൂൾ എന്നാണ് ഞാൻ ഇതിനെ പറയുന്നത്. നമ്മൾ അതായത് നമ്മുടെ കീബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ആവുന്ന ടൂൾ കൂടിയാണ് ഇത്. കണ്ടല്ലോ, അതിൽ കൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉപയോഗം എന്താണെന്ന് അവർ കാണിച്ചു തരും. മാർക്ക് ചെയ്ത് നമുക്ക് ഒരു സാധനം സെലക്ട് ചെയ്യാനുള്ള സാധനമാണ്. അതിൽ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഒരു റൗണ്ട് കാണാം, ഒരു സിംഗിൾ ലൈൻ്റെ റോ കാണാം, ഒരു തിരിച്ച് വെർട്ടിക്കലായിട്ട് വരുന്ന ഒരു സാധനം കാണാം. അങ്ങനെ പല രീതിയിൽ ഒരു 4 ഐറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ആദ്യം ചതുരം എടുക്കാം. ചതുരം എടുത്തിട്ട് എന്താണ് ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ അവിടെ ഈ ഒരു റെക്റ്റാങ്കിൾ മാർക്ക് ടൂളിൽ സ്ക്വയർ ആയിട്ടുള്ള, ചതുരമായിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഞാനിവിടെ മൗസിലെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുകയാണ്. ഡ്രാഗ് ചെയ്ത് താഴോട്ട് കൊണ്ടുവരിക. മൗസ് ഞെക്കി പിടിച്ച് വിടരുത്. ഇവിടെ കൊണ്ടുവന്നിട്ട് എത്ര അളവിലാണോ നിങ്ങൾക്ക് ഇത് വേണ്ടത് അവിടെ കൊണ്ടുവന്നതിന് ശേഷം അങ്ങ് വിടുക. കണ്ടല്ലോ, ഇപ്പോൾ കണ്ടല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഇതൊരു കോളം വരയ്ക്കാനാണ് എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ വച്ചേക്കുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു സംഭവം വരച്ചു. ഇതെന്തിനാണ് ഉപയോഗിക്കാൻ പറ്റും. നമുക്കിങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കണം. നമ്മളിപ്പോൾ ഒരു ബ്രൗഷർ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു കോളത്തിൻ്റെ ഒരു ആവശ്യം വന്നേക്കാം. ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു കോളം വരച്ചിട്ടല്ലോ. ഇനി എവിടെയും വെളിയിൽ ക്ലിക്ക് ചെയ്താൽ ഇതങ്ങ് പോകും കേട്ടോ. അപ്പം തിരിച്ചെടുക്കണമെങ്കിൽ കൺട്രോൾ Z അടിച്ച് കഴിഞ്ഞാൽ തിരിച്ച് വരും. കുറേ സ്റ്റെപ്പ് വരെ നമുക്ക് ബാക്കിലോട്ട് വേണമെങ്കിൽ പോകാൻ പറ്റും കേട്ടോ. അണ്ടർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഇങ്ങനൊരു കോളം വരച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കൺട്രോൾ Shift N ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ലെയർ, ഇതൊരു പുതിയ ലെയറായിട്ട് ക്രിയേറ്റ് ആവും. കൺട്രോൾ Shift N ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു സംഭവം വരും. അതിൽ വേണമെങ്കിൽ പേര് കൊടുക്കാം. ഞാൻ പേര് കൊടുക്കാറില്ല സാധാരണ. എൻ്റർ അടിച്ചങ്ങ് വിടുക. അപ്പോൾ തന്നെ ഇവിടെ ഒരു ലെയർ വന്നാണ്ടോ. ഇനി ഈ ലെയറിന് നമുക്ക് ഇതിനകത്ത് ഒരു കളർ കൊടുക്കാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം G, അതായത് നമ്മളെ കീബോർഡിൽ G ഞെക്കുക, അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം. ഇതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 3-4 ഓപ്ഷൻസ് കാണാം. കണ്ടല്ലോ, ഇതിൽ പെയിൻറ്റ് ബക്കറ്റ്. പണ്ട് തൊട്ടേ നമ്മൾ സ്കൂളിൻ്റെ കാലം തൊട്ടേ പറയുന്നൊരു പരിപാടിയാണ് പെയിൻറ്റ് ബക്കറ്റ് എടുത്ത് മുക്കി അടിക്കുന്ന പരിപാടി. പണ്ട് തൊട്ടേ നമ്മൾ യൂസ് ചെയ്യും. ആ സോഫ്റ്റ്വെയറിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ അതിലും ഇതുപോലൊരു പെയിൻറ്റ് ബക്കറ്റ് ഉണ്ട്. അതെടുത്ത് വെച്ചാൽ നമ്മൾ പണിയുന്നത്. നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പെയിൻറ്റ് ബക്കറ്റ് ക്ലിക്ക് ചെയ്യുക.
ഇതിൻ്റെ ഉപയോഗം ഞാൻ ഈ ടൂൾ വരുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ തൽക്കാലം ഇത് ഞാൻ പറയുന്നില്ല. ഇത് 3 ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇപ്പോൾ പെയിൻറ്റ് ബക്കറ്റ് ചുമ്മാ എടുക്കുന്നു. എന്നിട്ട് ഇവിടെ താഴെ ഒരു കറുത്ത കളർ കണ്ടോ, വെള്ളയും കണ്ടോ, അവിടെയാണ് കളർ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ മുകളിൽ കാണുന്ന കളറാണ് നമ്മളിവിടെ ഈ പെയിൻറ്റ് ബക്കറ്റ് ഉപയോഗിച്ച് അടിച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്നത്. അപ്പം നമ്മൾ തൽക്കാലം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പാനൽ, കളർ പാനൽ ഇങ്ങനെ വരും. ഇവിടെയാണ് കളർ പിക്കർ എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ കളർ പിക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ഒരു ചോവല തന്നെ ഇരിക്കട്ടെ, ചോവല ചുവപ്പ് കളർ എടുത്തു, കുറച്ച് ഡാർക്കാക്കിയ ഒരു കളർ എടുത്തു, ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ചുവപ്പായല്ലോ. ഇനി ബക്കറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കൊണ്ടുവന്ന് നമ്മുടെ എല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന എവിടെയാണ്, ലെഫ്റ്റ് ബട്ടൺ, അതായത് നമ്മുടെ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സാധനം ഇവിടെ പേസ്റ്റ് ആവും. എന്നിട്ട് ഈ ഔട്ടർ ലൈൻ പോകാൻ എന്ത് ചെയ്യണം നിങ്ങൾ, അത് കൺട്രോൾ ഞെക്കി പിടിച്ചിട്ട് ഡി, അത് ഡീസെലക്ട് ചെയ്ത് കളയുക എന്നുള്ളതാണ്. കൺട്രോൾ ഡി ഞെക്കിയാൽ ഇതങ്ങ് പൊക്കോളും. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ സാധാ നോർമൽ മൂവ് ടൂൾ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. മൂവ് ടൂൾ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞില്ല, ബ്രൗഷറൊക്കെ ചെയ്യുമ്പോഴോ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത് ആവശ്യം വരുമെന്ന്. അതെങ്ങനെയാണെന്നറിയോ, ഇത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഞെക്കിയിട്ട് ഇവിടെ ഞെക്കിക്കൊണ്ട്, അതായത് ലെഫ്റ്റ് മൗസാണ് എപ്പോഴും സെലക്ട് ചെയ്യേണ്ടത്, ഞെക്കി പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ വരുന്നല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക. ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മാത്രം വരും. ഷിഫ്റ്റ് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആക്കാം. മനസ്സിലായോ? ഷിഫ്റ്റ് ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ പൊസിഷനിൽ നീട്ടിക്കൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റും. ഓൾഡ് വെർഷനിലൊക്കെ ചിലപ്പോൾ ഷിഫ്റ്റ് ഞെക്കാതെ തന്നെ കറക്റ്റിന് വരും. ഷിഫ്റ്റ് ഞെക്കുമ്പോഴായിരിക്കും അലവ് മാറുന്നത്. അങ്ങനെ എന്തോ ഒരു മിക്സിംഗ് ഉണ്ട്, അത് ഞാൻ മറന്നുപോയി. ഇപ്പോഴത്തെ വെർഷനിൽ ഇങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്ന. ഈ 2023 വെർഷനിൽ ഇങ്ങനെയാണ്. ഷിഫ്റ്റ് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇങ്ങനെ വലിച്ചു നീട്ടാം. ഷിഫ്റ്റ് ഞെക്കാതെ വലിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ എക്സ്പാൻഡ് ആവും കേട്ടോ. മുകളിലോട്ട് അങ്ങോട്ട് സൈഡ് കൂടെ നീട്ട് പോകണം കണ്ടോ, അങ്ങനെ ആവും. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് ഞെക്കി വേണം ഇങ്ങനെ ആക്കാൻ. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാണ് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന്. ഇപ്പം നിങ്ങളിവിടെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് വയ്ക്കുവാണ്. ഞാനിവിടെ ടെക്സ്റ്റ് ടൂൾ, ഈ ടൂളൊക്കെ ഞാൻ പിന്നെ പരിചയപ്പെടുത്താം. ഇപ്പം ജസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ടെക്സ്റ്റ് എടുത്തിട്ട് ഞാനിവിടെ വിശാഖ് എന്ന് എൻ്റെ പേരടിക്കുകയാണ്. വിശാഖ് എന്ന് എൻ്റെ പേരടിച്ചു. എന്നിട്ട് വലുതാക്കി ഇവിടെ ഇങ്ങനെ വയ്ക്കുന്നു. ഓക്കെ, ഇതൊരു ബ്രൗഷറിൻ്റെ മോഡലാക്കി വയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെക്കാനുള്ളൊരു സെറ്റപ്പ് ആക്കാം. ഇനി ഇതിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് എങ്ങനെയാണ്, ഇതിലൊരു ക്ലിക്ക് ചെയ്യുക. ഇതിലൊന്നും ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് സെലക്റ്റായി, മൊത്തത്തിലൊന്ന് സെലക്റ്റായി കണ്ടല്ലോ, മൊത്തത്തിലൊന്ന് സെലക്ട് ആയിരിക്കുകയാണ്. ഈ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് പരിപാടികൾ വരും. ഇതിൽ വാർപ്പ് എന്നുള്ള ഈ ഒരു സംഭവം കണ്ടോ, WARP. ഞാൻ വാർപ്പ് എന്നാണ് ഇതിന് പറയുന്നത്, വാർപ്പ് എന്നൊക്കെ ഞാൻ വിളിക്കും. ഈ സാധനം ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കുറേ കോളങ്ങൾ വരും കണ്ടല്ലോ. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു മൂലയെ പിടിച്ച് ഇങ്ങനെ അങ്ങ് പൊക്കി നോക്കിയേ, കണ്ടോ? നിങ്ങൾ ഈ ബ്രൗഷറിലൊക്കെ കാണുന്ന ഒരു ഡിസൈൻ വരുന്നുണ്ടോ എന്ന് നോക്കിയേ. എന്നിട്ട് ഈ ഒരു മൂലയെ പിടിച്ച് ഇങ്ങനെ ആക്കാം നിങ്ങൾക്ക്, കണ്ടല്ലോ, കണ്ടോ? നിങ്ങൾ ഈ ബ്രൗഷറിലൊക്കെ എന്നിട്ട് ഇവിടെ പിടിച്ചിട്ട് കുറച്ച് ഇങ്ങനെ താത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. നിങ്ങൾ പല ബ്രൗഷറുകളിലും ഡിസൈനുകളിലൊക്കെ കാണുന്ന ഒരു ഐറ്റം നിങ്ങളിവിടെ കാണുന്നുണ്ടെന്ന്. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കുക. കണ്ടല്ലോ, നിങ്ങൾ പല നോട്ടീസുകളിലും ബ്രൗഷറുകളിലൊക്കെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കണ്ടു കാണില്ലേ, ഇങ്ങനെ കണ്ടു കാണില്ലേ. എന്നിട്ട് ഇതിനെ കൺട്രോൾ ഞെക്കി പിടിച്ച് അത് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ ഞെക്കി പിടിച്ച് ജെ അടിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കും. ഈ കോപ്പി ഇവിടെ കണ്ടോ, ലെയേഴ്സ്, നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ ലെയറുകളും ഇവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ എടുത്ത കോപ്പി, കണ്ടല്ലോ. ഈ കോപ്പി ഇത് തൊട്ട് താഴെയുള്ള ഒറിജിനൽ ലെയർ ഞെക്കിയിട്ട് നമ്മൾ കുറച്ചിങ്ങനെ മുകളിലോട്ട് അപ്പ് ചെയ്തു. അപ്പോൾ കാണാൻ പറ്റത്ത് എന്താ, രണ്ടും ഒരേ കളറായതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിതിൻ്റെ കളർ മാറ്റാൻ പോവുകയാണ്. ഇതിൻ്റെ കളർ മാറ്റാൻ നമ്മൾ ഇനിയും പിക്കർ ഉപയോഗിക്കണമെന്നില്ല. വേണമെങ്കിൽ ഇവിടെ വന്ന് കളർ ചേഞ്ച് ചെയ്തിട്ട് ഈ പെയിൻറ്റ് ബക്കറ്റ് എടുത്തുകൊണ്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ലെയർ, താഴത്തെ ലെയർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ഞെക്കി പിടിച്ച് യു ഞെക്കണം. ഓക്കെ, കൺട്രോൾ ഞെക്കി പിടിച്ച് യു ഞെക്കുമ്പോൾ ഹ്യൂ സാച്ചുറേഷൻ എന്നുള്ള ഒരു പാനൽ നമുക്ക് ഓപ്പണായി വരും. ഇതിനകത്ത് നമുക്ക് ഈ ഇത് കണ്ടോ, ഹ്യൂവിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ ആ ബാക്കി കിടക്കുന്നതിൻ്റെ കളർ മാറും. കണ്ടോ, ബാക്കി കിടക്കുന്നത് നമ്മൾ കുറച്ച് മാറ്റിയിട്ട് കുറച്ചുകൂടെ പൊക്കി വെച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടല്ലോ, ഈ സാധനത്തിൻ്റെ കളർ മാറാൻ കൺട്രോൾ യു ഞെക്കിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു പാനൽ ഓപ്പണായി വരും. ആ പാനലിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് കളർ മാറും. ഇപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, ചെറിയൊരു ഡാർക്ക് കളർ നമുക്ക് കൊടുക്കാം, അല്ലേ? മറ്റേത് തന്നെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്കൊരു ഡാർക്കായിട്ടുള്ളൊരു ഇതാക്കണം. ഈ ലൈറ്റ്നെസ് ഉണ്ടോ, ഇതൊന്ന് കുറച്ച് കൊടുത്താൽ അത് ഡാർക്ക് ആയിക്കോളും. ഇവിടെ സാച്ചുറേഷൻ കൂട്ടാനും കുറയ്ക്കാനുള്ളതാണ് കേട്ടോ. അതെന്ത് വേണം ഇതിനകത്ത് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇതെല്ലാം നിങ്ങൾ ചെയ്ത് നോക്കാം. പിന്നെ ഇവിടെ മാസ്റ്ററിൽ ഞെക്കി കഴിഞ്ഞാൽ ഓരോ കളർ മാത്രമായിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇവിടെ ചെയ്യാനും പറ്റും. അതിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ ചെയ്താൽ മതി.
അപ്പോൾ നിങ്ങളിതെല്ലാം ചെയ്ത് നോക്കുക, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ കുറച്ച് താക്കുക. നമുക്ക് ഇങ്ങനെ ഇത്രയും വേണ്ട. എന്നിട്ട് ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഇതിൻ്റെ ഈ ലൈനിലൊന്ന് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്നിങ്ങനെ ചരിക്കുക. ഇവിടെ ഈ ലൈനിൽ ക്ലിക്ക് ചെയ്താലേ ഇങ്ങനെ ചരിക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഇങ്ങനെ ചരിച്ചിട്ട് കുറച്ച് ഇങ്ങനെ താത്ത് വയ്ക്കുക. എന്നിട്ട് ഒന്നുകൂടി ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുക, കുറച്ചുകൂടെ അപ്പ് ചെയ്യുക, ഷേപ്പാക്കി എടുക്കുക. കണ്ടോ, ഇപ്പം നിങ്ങളൊക്കെ കാണുന്ന ഒരു ബ്രൗഷറിൻ്റെ ഒരു ലുക്കിലോട്ട് ഇത് വരുന്നുണ്ടോ? എല്ലാം നമ്മൾ ഈ ഓൺലൈനിലൊക്കെ കാണുന്ന പോലെ. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകണം, ഈ പേര് തൽക്കാലം ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഇത് ഞെക്കി പിടിച്ച് നമ്മൾ ബാക്ക് സ്പേസ് അടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ഞെക്കിയാലും മതി കേട്ടോ. അല്ലെങ്കിൽ ഇത് ഞാൻ കാണിച്ചു തരാം. കൺട്രോൾ Z അടിച്ച് തന്നെ തിരിച്ച് കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ താഴെ കൊണ്ടുവന്ന് ഇവിടെ ഒരു വേസ്റ്റ് കൂട്ടിൻ്റെ പടം കാണും, അതിൽ കൊണ്ട് വെച്ച് കൊടുത്താൽ അതങ്ങ് ഡിലീറ്റ് ആയി പോയിക്കോളും കേട്ടോ. ഇങ്ങനെയും ചെയ്യാം. ഞാൻ ഇത്രയും ബേസിക്കായിട്ട് പറയുന്നുണ്ടെന്നും തോന്നരുത് ആർക്കും. ഇതിനെ പറ്റിയൊക്കെ അറിയാമെന്നുള്ളൊരു ഈ വീഡിയോ കാണേണ്ട, കാരണം ഇത് ബേസിക്കായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഞാൻ ഇടുന്ന വീഡിയോസാണ് കേട്ടോ. കാരണം ഞാനും ഇത് പഠിക്കുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയതാണ് ഇങ്ങനത്തെ ഒരു വീഡിയോയ്ക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തല്ലോ. ഇനി നമുക്ക് അടുത്ത ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടൂളാണല്ലോ നമ്മൾ പഠിക്കുന്നത്. അതായത് റെക്റ്റാങ്കുലർ മാർക്ക് ടൂളിൻ്റെ സെറ്റപ്പാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ടൂൾ അതിൽ തന്നെ കാണും. അതായത് ഈ വരയ്ക്കുന്ന ടൂളുകളിൽ അതിൽ തന്നെ തൊട്ട് താഴെയായിട്ട് രണ്ടാമത് കണ്ടോ ഈ ഒരു സാധനം കണ്ടോ, വട്ടം ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി. നിങ്ങൾ ഈ പേരൊന്നും പഠിക്കേണ്ട കാര്യമില്ല. മാർക്ക് ടൂളിലുള്ളതാണ്. എലിപ്റ്റിക്കൽ എന്ന് എഴുതിയേക്കും. എലിപ്റ്റിക്കൽ എന്നുള്ള പേരും എഴുതി മാർക്ക് ടൂളിൽ നിന്ന് കൊടുത്തേക്കും. അതായത് ഇതിലുള്ള വട്ടം. വണ്ടി പോകുന്ന നോയ്സാണ്, കേൾക്കുന്നുണ്ടോ എന്ന് കേട്ടോ. ഓക്കെ, എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ. ഓക്കെ, ഇത്രയുള്ള പരിപാടി. അതിലുള്ള വട്ടം സെലക്ട് ചെയ്യുക. ഈ വട്ടത്തിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പരിപാടിയുണ്ട്. നമുക്ക് മറ്റേ സ്ക്വയർ ഒരുപാട് വലിച്ചു നീട്ടാൻ ഇങ്ങനത്തെ ഡിസൈനൊക്കെ ചെയ്യാൻ സ്ക്വയർ ഉപയോഗിച്ചു നമ്മൾ. ഇനി നമുക്ക് ഈ വട്ടം നമ്മൾ വെറുതെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ, അതായത് വട്ടം സെലക്ട് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്നാൽ എന്ത് ഷേപ്പിലാണോ ഇങ്ങനെ മാറ്റിയെടുക്കാം. നമുക്കിങ്ങനെ ഓവൽ ഷേപ്പിലോ ഒക്കെ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു വട്ടം വേണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷിഫ്റ്റ് ഞെക്കി പിടിക്കുക, എന്നിട്ട് വലിക്കുക, ഞെക്കി പിടിച്ച് വലിക്കുക. അപ്പോൾ കറക്റ്റ് ഒരു ഇത് വരും. ചതുരം വരയ്ക്കുമ്പോഴും അങ്ങനെ തന്നെ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചാൽ കറക്റ്റ് സ്ക്വയർ വരും. ഇത് കറക്റ്റ് റൗണ്ട് വരണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ഞെക്കി പിടിച്ചിട്ട് ഡ്രാഗ് ചെയ്തെടുക്കുക. ഇത്ര പരിപാടിയേ ഉള്ളൂ. സംഭവം മനസ്സിലായല്ലോ? ഇതാണ് ഇതിൻ്റെ ഒരു പരിപാടി. എന്നിട്ട് ഇപ്പം എന്തെങ്കിലും നമ്മൾ വട്ടം വരച്ചേ ഇതേ കണക്ക് നേരത്തെ ചെയ്തപോലെ കൺട്രോൾ നമ്മൾ എന്താ അടിച്ചത് ഒന്ന് പറഞ്ഞേ, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മൾ ഇതൊരു പുതിയ ലെയറാക്കാൻ എന്ത് ചെയ്തു? കൺട്രോൾ ഷിഫ്റ്റ് N പ്രസ് ചെയ്തപ്പോൾ ന്യൂ ലെയറായി. ന്യൂ ലെയറിനുള്ള ഓപ്ഷൻ വന്നു, നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ലെയർ വന്നു. ഇതിന് നമ്മൾ കളർ കൊടുക്കാൻ പോവുകയാണ് അല്ലേ. നമ്മൾ കളർ പെയിൻറ്റ് ബക്കറ്റ് എടുക്കുന്നു. ഇവിടെ നമ്മൾ വേറൊരു കളർ എടുക്കുന്നു, കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ളൊരു റെഡ് കൊടുക്കുന്നു. എന്നിട്ട് ഇതിൽ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ സെലക്ഷൻ പോകാൻ എന്ത് ചെയ്യണം? ഈ റൗണ്ട് വരച്ച സെലക്ഷൻ പോകാൻ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്? കൺട്രോൾ D ഞെക്കുക, D സെലക്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഈ ഒരു മൂവ് ടൂൾ, അത് മൂവ് ടൂളിലോട്ട് പോകണമെങ്കിൽ ജസ്റ്റ് V പ്രസ് ചെയ്താൽ മതി, മൂവ് ടൂൾ ആവും. കണ്ടോ, മൂവ് ടൂളിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഇവിടെ കൊടുത്തിട്ടുണ്ട്, V ആണ് ഷോർട്ട് ഫോം, അതിൻ്റെ ഷോർട്ട് കീ. ഓക്കെ, എന്നിട്ട് ഇതിന് നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് ചെറുതാക്കുവാണ്. ചെറുതാക്കിയിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ വയ്ക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിത് ഓൾറെഡി ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓൾറെഡി. ഓക്കെ, ഞാനിവിടെ സെലക്ട് ചെയ്ത് അവിടെ വെച്ചു. ഇനി ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുവാണ്. കോപ്പി എടുത്തിട്ട് ഈ താഴത്തെ ലെയറുണ്ട്, ഇങ്ങ് റൈറ്റ് സൈഡിൽ വന്നേ, ഇവിടെ താഴത്തെ ലെയറിൽ, അതായത് ഒരു കോപ്പി എടുത്തതിന് തൊട്ട് താഴെയുള്ള ലെയറിൽ ഞാൻ കളറൊന്ന് മാറ്റാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് ഇതിനെ കുറച്ചും കൂടെ നീക്കി വയ്ക്കണം. അതിന് ഈ ലൈനിൽ ഇങ്ങനെ ഞെക്കിയതിന് ശേഷം ഇങ്ങനെ വലിച്ച് നീക്കുവാണ്. അപ്പോൾ താഴത്തതാണ് ഇങ്ങോട്ട് നീങ്ങിയിരിക്കുന്നത്. ഇനി കളർ മാറ്റാം. എങ്ങനെ മാറ്റണമെന്നാണ് പറഞ്ഞാൽ നേരത്തെ ഞാൻ. നമുക്ക് പെയിൻറ്റ് ബക്കറ്റ് ഉപയോഗിക്കാം, അല്ലാതെ കൺട്രോൾ U അടിക്കാം. U അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ ഈ ഹ്യൂവിൽ മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കളർ മാറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഡാർക്ക്നെസ് ഒന്ന് കൂട്ടുന്നു. ഇത് ഫുള്ളൊരു റെഡ് തീമിൽ അങ്ങ് ചെയ്യുവാണെന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനൊരു സംഭവം വന്നു. അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ ഷെയ്ഡുകൾ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഷെയ്ഡ് കണക്ക് ചുമ്മാ നമ്മളിങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ടെക്സ്റ്റാണ് ടൈപ്പ് ചെയ്ത്. അപ്പോൾ ഈ രണ്ട് ടൂളുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി അല്ലേ? ഇതിലുള്ള രണ്ട് ടൂള് എന്തെങ്കിലും മനസ്സിലായി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് ചെയ്യാം കേട്ടോ. ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചേ, എന്നിട്ട് ഇതിൽ ഞെക്കിയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ ഈ വാർപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ വാർപ്പ് ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലും കുറേ ഇത് കണക്കത്തുള്ള ഷേപ്പുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അൺഷേപ്പായിട്ടുള്ള ഡിസൈനുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊക്കെ നമുക്ക് ഇതിലിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല, ബാക്ക് അടിക്കുകയാണ്. പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ എന്നെ അടിക്കുന്നു, തിരിച്ച് ഇതിനെ കൊണ്ട് വയ്ക്കുന്നു.
ഓക്കെ, നമ്മളിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മളൊരു ബ്രൗഷറാക്കി മാറ്റാൻ പോവുകയാണ്. ഈ ഒരു 2 ടൂൾ ഉപയോഗിച്ചാണ് ഇത്രയും ഡിസൈൻ നമ്മൾ ചെയ്തത്. അത് നിങ്ങൾ ആലോചിക്കുക. ഈ ഒരു ടൂളിൽ നിന്ന് മാറിപ്പോയിട്ട് പോലുമില്ല. ഇത്രയും ചെയ്തത് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ പെയിൻറ്റ് എടുത്തു എന്നേ ഉള്ളൂ. ഇനി ഈ ലൈൻ എന്താണെന്ന് നോക്കാം. ഇതാണ് സിംഗിൾ റോ മാർക്യൂ ടൂൾ. എല്ലാ മാർക്യൂ ടൂളാണ്. ഇത് സിംഗിൾ റോ എന്ന് പറയുന്ന സാധനം. ഇതെന്താണ് സിംഗിൾ കോളം. ഇത് കോളമൻ എന്ന് പറയുന്ന സാധനം. ഈ സാധനം ഇത് കിടക്കുന്ന ഷേപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതെങ്ങനെയാണ് കിടക്കുന്നത്. ഇങ്ങനെ നീണ്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ വലിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് എവിടെയാണോ നമുക്കൊരു ലൈൻ വേണ്ടത് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു സെലക്ഷൻ വന്നല്ലേ. ഇതെന്തിനാണെന്നറിയോ, ഇത് ലൈൻ ഇടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കണ്ടല്ലോ, സൂം ചെയ്ത് നോക്കിയാൽ അറിയാം 2 ലൈനായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. സൂം ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? അതായത് നമ്മുടെ ആൾട്ട് ഞെക്കി പിടിച്ചിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യണം. നമ്മുടെ മൗസിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള ബട്ടൺ സ്ക്രോൾ ചെയ്താൽ മതി. ആൾട്ട് ഞെക്കി പിടിക്കുക, സ്ക്രോൾ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ സൂമായി വരും. തിരിച്ച് അടുത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സൂം ഔട്ട് ആവും. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൽ കളർ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ബക്കറ്റ് എടുക്കുക. ഇവിടെ റെഡ് കിടപ്പുണ്ട്, അത് മതി. തൽക്കാലം നമുക്ക് അരച്ചു നോക്കാം. ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഇവിടെ എന്താ ഒരു റൗണ്ട് വന്നിട്ട് ഇടാൻ പറ്റാത്ത രീതിയിൽ പെയിൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഒരു സംഭവം ചെയ്തില്ല. എന്ത് ചെയ്തില്ല? ഇത് നമ്മൾ ലെയറാക്കിയില്ല, വരച്ചതേ ഉള്ളൂ. Ctrl+Shift+New ഞെക്കി ഓക്കെ എടുത്തു. ഒരു ലെയറായിട്ട് വന്നല്ലോ. ഇനി ബക്കറ്റ് കൊണ്ട് വെച്ച് നോക്കിയേ, കളർ ചെയ്യുക. എന്നിട്ട് സൂം ഔട്ട് ചെയ്യുമ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ കിടക്കും, പക്ഷേ അവിടെ ഒരു ലൈൻ ഉണ്ടാവും കേട്ടോ. നമ്മൾ ആ സെലക്ഷൻ കളയാൻ മറക്കരുത്. Ctrl+D അടിക്കുക. ഇപ്പോൾ അവിടെ ലൈൻ വന്നുണ്ടോ? ഇതാണ് അതിൻ്റെ ഉപയോഗം. അപ്പോൾ പിന്നെ ഇത് ഞാൻ കാണിച്ചു തരണ്ടല്ലോ. ഇതും ഇതുപോലെ തിരിച്ച് ലൈൻ ഇടണമെങ്കിൽ ഉപയോഗിക്കാം നിങ്ങൾക്ക്. അപ്പോൾ ഒരു സിമ്പിളായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര പെട്ടെന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഇതിനകത്ത് ചെയ്ത് കൂടുന്നതെന്ന് നോക്കിയേ അല്ലേ. ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ ബ്രൗഷർ എന്ന് പറയുന്നത്. വലിയ തല പോകണ കാര്യമൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഇത്രയും ചെയ്തു. ഇനി നമ്മൾ ടെക്സ്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കാം. ഇപ്പം നിങ്ങൾ ഈ ഒരു ടൂൾ കൊണ്ട് കണ്ടല്ലോ, ഇങ്ങനെ ഒരു ഡിസൈനാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇനി ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഇതൊന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇതും കൂടെ അതിലങ്ങ് കവറായി പോവും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ബക്കറ്റ് ടൂൾ ഉണ്ടല്ലോ, ഈ ബക്കറ്റ് ടൂളിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഗ്രേഡിയൻറ്റ് ടൂൾ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടല്ലോ. ഈ ഗ്രേഡിയൻറ്റ് ടൂൾ ഞാൻ ആദ്യം സെലക്ഷൻ ഏതാണ് കിടന്നത്, പിന്നെയാണ് ബക്കറ്റ് ആക്കിയത്. അപ്പോൾ ഈ ഗ്രേഡിയൻറ്റ് ടൂൾ ഞാൻ പറഞ്ഞുതരാം. ഇതങ്ങനെ ഞാൻ അധികം ഉപയോഗിക്കാറില്ല. ഈ ഗ്രേഡിയൻറ്റിൻ്റെ പറഞ്ഞുതരാം. ഗ്രേഡിയൻറ്റ് ടൂൾ ഞെക്കി പിടിച്ചിട്ട് നമ്മൾ ഇവിടെ ഓൾറെഡി റെഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുതിയൊരു മാർക്യൂ ടൂൾ ഉപയോഗിച്ച് പുതിയൊരു ലെയർ എടുക്കുവാണ്. ഓക്കെ, പുതിയ ലെയർ എടുത്തു. Ctrl+Shift+New അടിച്ച് ഒരു ലെയറാക്കി. എന്നിട്ട് നമ്മളത് ഈ ഒരു സാധനം സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരാം. ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഞെക്കി ഇങ്ങനെ മുകളിലോട്ട് വലിക്കുക. ഞെക്കി പിടിച്ചുകൊണ്ട് മുകളിലോട്ട് വലിച്ചിട്ട് വിട്ടു കൊടുക്കുക. ഇങ്ങനെ ഒരു ഷേപ്പ് വരും. ശ്രദ്ധിച്ചോ? കണ്ടോ? ഇത് കണ്ടല്ലോ, ഈ ഷേപ്പ് കണ്ടോ? അതായത് നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കളർ ഏതാണോ അതായിരിക്കും അവിടെ വരാൻ പോകുന്നത്. ഗ്രേഡിയൻറ്റ് അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലായി. ഗ്രേഡിയൻറ്റ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ പിടികിട്ടി കാണും. ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു ടൂൾ മാത്രമാണ് പരിചയപ്പെടുന്നത്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂൾ, എല്ലാ ടൂളുകളും നമുക്ക് ആവശ്യമുണ്ട്, പക്ഷേ എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളുകൾ ഇതിനകത്തുണ്ട്. അത് മാത്രം നമുക്ക് ഇനി അടുത്തടുത്ത ക്ലാസ്സുകളിൽ ഓരോന്നായിട്ട് പരിചയപ്പെടാം. ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ഒരൊറ്റ ടൂൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ലൈനങ്ങ് മാച്ച് കളയാം. ഈ ഒരു ഡിസൈൻ ഇതിനകത്ത് കളറുകൾ മാറ്റി നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിനനുസരിച്ച് ഞാൻ ചുമ്മാ അത് കാണിച്ചതേ ഉള്ളൂ. ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചും നിങ്ങളുടെ തീം എന്താണെന്ന് നോക്കിയിട്ടും ഇവിടുത്തെ കളറുകളൊക്കെ മാറ്റി ഡിസൈനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇവിടെ 2 കുത്തൊക്കെ കൊടുത്ത് ഇവിടെയും 2 കുത്തുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം തന്നെ എൻ്റെ ഡിഫറെൻ്റ് ആവും. അടിപൊളി ഒരു ബ്രൗഷർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കീ ഇതിൽ നിന്ന് എടുക്കാം, അതിനെപ്പറ്റി ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്നും അറിയാത്ത, ഫോട്ടോഷോപ്പിനെ പറ്റി ABCD പോലും അറിയാത്തവർക്കും സ്റ്റാർട്ടിംഗ് ആയിട്ട് ചെയ്യുന്നവർക്കും ഉള്ള വീഡിയോസാണ്. കുറച്ചെങ്കിലും അറിയാമെന്നുള്ളവർക്ക് ഇത് ബോറിംഗ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്ത്. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്കത് തീർക്കാം.